ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇല്ലാതാക്കി കളഞ്ഞ ഒരു പ്രതിയെക്കുറിച്ച്. വളരെ ചെറിയ പ്രായമാണ്, 21 വയസ്സിൽ. എങ്ങനെയാണ് ഇങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇല്ലാതാക്കി കളയാൻ ഈ മനസ്സ് വന്നത് എന്നതിനെക്കുറിച്ച് ഒരെത്തും പിടിയും കിട്ടാതെ മലയാളികൾ കുഴങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രതിയുടെ CCTV ദൃശ്യമാണ്. പ്രതി ബൈക്കിൽ കടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. പ്രതിയുടെ പിതാവിൻ്റെ അമ്മയെ കൊലപ്പെടുത്താനായി ആദ്യം പോകുന്ന സമയത്തും ഈ ദൃശ്യം നേരത്തെ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. CCTV ദൃശ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ. പ്രശാന്ത് കൃഷ്ണ ഇതിൻ്റെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഒപ്പം പ്രശാന്ത്, ഈ CCTV ദൃശ്യങ്ങൾ എവിടെ നിന്നുള്ളതാണ്? ഇതിൽ ഏത് ഭാഗത്തൂടെയാണ് പ്രതി കടന്നു പോകുന്നത്? എത്ര മണിക്കാണ്? മോത്തി ഈ കൊലപാതകം നടത്തുന്നതിൻ്റെ സ്വന്തം ഉമ്മുമ്മയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി അഫാൻ വെഞ്ഞാറമൂട് ഭാഗത്ത് നിന്ന് ഇവിടെ കല്ലറയുള്ള ഉമ്മയുടെ വീട്ടിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ്. ഉച്ചയ്ക്ക് 12:38 CCTVയിലെ ഒരു വീട്ടിലെ CCTV ദൃശ്യമാണ്. ഉച്ചയ്ക്ക് 12:30 ഈ അഫാൻ ബൈക്കിൽ വരുന്ന ദൃശ്യങ്ങളാണ്. അതായത് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് ഉച്ചയ്ക്ക് 12:38 ശേഷമാണ്. 38 എന്നുള്ളതാണ്, 12:38 എന്നാണ് CCTVയിലെ സമയം. അതായത് അപ്പോൾ നമുക്ക് സാഹചര്യ മൊഴികളെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ വ്യക്തമാകുന്നുണ്ട്. 11:30 മണിക്ക് ഈ പള്ളിയിലെ സെക്രട്ടറി ഇവിടെ പിരിവിന് വേണ്ടി ഈ സൽമാൻ ബീവിയുടെ വീട്ടിൽ വരുന്നു, പണം പിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം മടങ്ങിപ്പോകുന്നു. 11:30 അപ്പോൾ അവർ ജീവനോടെ തന്നെ ഉണ്ട്. അതിനുശേഷം 12:38 ശേഷം ഈ അഫാൻ കൊച്ചുമകൻ ഈ വീട്ടിലേക്ക് എത്തുന്നു, കൊലപാതകം നടത്തുന്നു. അതായത് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമുള്ളൊരു സമയത്ത് ഇവിടെ ഈ കൊലപാതകം നടന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് അനുമാനിക്കാവുന്നതാണ്. വൈകിട്ട് 5 മണി സമയത്താണ് ബന്ധു ഇവിടെ വരുമ്പോൾ ഈ സൽമാ ബീവി വീട്ടിലെ അടുക്കള ഭാഗത്ത് ചോരയിൽ കുളിച്ച നിലയിൽ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. അപ്പോൾ സമയം വ്യക്തമാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമുള്ളൊരു സമയത്ത് 12:38 ശേഷമുള്ള സമയത്താണ് സൽമാ ബീവിയെ കൊച്ചുമകൻ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അഫാൻ ഇവിടെ എത്തുന്നതിൻ്റെ ദൃശ്യമാണ്. അഫാൻ ഈ വീട്ടിൻ്റെ നടയിലെത്തുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളിൽ നിന്നുള്ള ചിത്രം നമ്മൾ നേരത്തെ നൽകിയിരുന്നു. ബൈക്കിലെത്തുന്നു. ഈ ബൈക്കിൽ സഞ്ചരിക്കുന്നതിൻ്റെ ദൃശ്യത്തിൻ്റെ ബാക്കിയാണ് ഇവിടെ എത്തി വീടിൻ്റെ മുന്നിലെത്തി ബൈക്ക് പാർക്ക് ചെയ്ത ശേഷം ഈ കൊലപാതകം നടത്തിയ ശേഷം മടങ്ങിപ്പോകുന്നു. അതിനുശേഷമാണ് അഫാൻ്റെ പിതാവ് റഹീമിൻ്റെ സഹോദരൻ ലത്തീഫിനെ കൊലപ്പെടുത്തുന്നത്. ലത്തീഫിനെയും ഭാര്യ ഷാഹിദയും കൊലപ്പെടുത്തുന്നത് അതിനുശേഷമാണ് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തി അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. അനുജന് ഭക്ഷണമെല്ലാം വാങ്ങിക്കൊടുത്തിയ ശേഷം കൊലപ്പെടുത്തുന്നു. വീട്ടിലേക്ക് അപ്പോഴെത്തിയ പെൺ സുഹൃത്തിനെയും കൊലപ്പെടുത്തുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സീരീസ് ഈ രീതിയിലാണ് കൊലപാതക പരമ്പരയുടെ തുടക്കം നടക്കുന്നത്. ഉമ്മുമ്മയുടെ വീട്ടിലാണ്. ആ വീട്ടിലാണിപ്പോൾ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുന്നത്. ഇവിടെ നിന്ന് പോലീസിന് പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അവിടെ ഏറ്റവും കാരണം ഈ പ്രതി ഇവിടേക്ക് എത്തി എങ്ങനെ കൊലപാതകം നടപ്പാക്കി എന്നത് ഏറ്റവും പ്രധാനമുണ്ട്. എന്തായുധം ഉപയോഗിച്ച് കൊലപ്പെടുത്തി, ഈ ഉമ്മുമ്മയുടെ എന്തൊക്കെ ആഭരണങ്ങൾ കവർന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉമ്മുമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു മാല ഈ അഫാൻ എടുത്തിട്ടുണ്ട് എന്നതാണ്. ഈ മാല ചോദിച്ച ശേഷം കൊടുക്കാത്തത് കൊണ്ടുള്ള പ്രതികാരമാണ്. കാരണം ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മുമ്മ തൻ്റെ ഏറ്റവും അത്യാവശ്യത്തിന് പണം കൊടുക്കാത്തത്, അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയുള്ള മാല ചോദിച്ചപ്പോൾ കൊടുക്കാത്തതിലുള്ള വൈരാഗ്യം, പ്രതികാരമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് അനുമാനിക്കാനാണ് ഈ ഘട്ടത്തിൽ. മാതാവിനെയും ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനെയും കൊലപ്പെടുത്തിയിരിക്കുന്നു, പെൺ സുഹൃത്തിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു, പിതാവിന്റെ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഓരോന്നിനും എന്ത് ന്യായീകരണമാണ് ഈ പ്രതിക്ക് പറയാനുള്ളത്?